With that, ladies and gentlemen, Kerala Vision Grand 8000 is officially inaugurated. ബഹുമാന്യൻ നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് അവറുകൾ സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയ്ക്കും നവീകരണത്തിനും നേതൃത്വം നൽകുന്നതിൽ പ്രശസ്തനായ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ വിനയ പുരസ്സരം ഉദ്ഘാടന പ്രസംഗത്തിനായി സവിനയം സ്വാഗതം ചെയ്തു ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ 1000 കോടി ടേൺ ഓവറിലേക്ക് എത്തിയ റവന്യൂ വരുമാനത്തിലേക്ക് എത്തിയ കേരള വിഷനെ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അഭിമാനമായി കേരള വിഷൻ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഓർക്കുന്നത് 25 കൊല്ലം മുമ്പ് ഈ ബോട്ട് ജെട്ടിയിൽ നിങ്ങൾ പന്തലും കെട്ടി ഇരുന്നൊരു കാലമുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സമരകാലം. അന്ന് മിക്കവാറും ചിലപ്പോൾ ഇവർ വിളിച്ചിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്ന് വന്നിരുന്ന ഒരു സമയമുണ്ട്. അതിൽ നിന്ന് സംഘടനയായി ഒരു ബദൽ സംവിധാനമായി തന്നെ ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എനിക്ക് തോന്നുന്നു 6ാമത്തെ കമ്പനിയായി, ഫൈബർ കേബിളിൽ 6ാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നതിൽ ഈ ടീമിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏകദേശം 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയെ K-ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ്. നമ്മുടെ ഇപ്പോൾ FTTH ഫൈബർ ടു ദ ഹോം ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് K-ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1000 കോടി ടേൺ ഓവർ എന്നുള്ളത് ഇവിടെ നേരത്തെ നിങ്ങളുടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും MDയും എല്ലാം ആ യാത്രയെ സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഒരു മിഷൻ 1000 ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 1000 MSMEകൾ 100 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുക. ഇപ്പോൾ ഒരു 70 ആണെങ്കിൽ 100, ചിലപ്പോൾ 120 ആണെങ്കിൽ 150, ശരാശരി 100 കോടി ടേൺ ഓവർ. ഇപ്പോൾ ഏകദേശം 400 എണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഗവൺമെൻറ് കൂടി ഒന്ന് സഹായിക്കും. അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള 1000 സ്ഥാപനങ്ങൾ. ചെറിയ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ഉണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഉദ്യമ രജിസ്ട്രേഷൻ നിങ്ങൾ നോക്കിയാണ്, ഞങ്ങൾ വന്ന സമയത്ത് ഉദ്യമ രജിസ്ട്രേഷൻ 75,000 ഉള്ളൂ. ഇപ്പോഴത്തെ ഉദ്യമ രജിസ്ട്രേഷൻ 15,76,000. ഉദ്യമ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ MSMEകൾ ഒരു 15 ലക്ഷം വർധനമുണ്ടായെന്ന് പറയാം. പക്ഷെ അത് പഴയതും നിലവിലുള്ളതും ഇൻഫോർമൽ MSME രജിസ്റ്റർ ചെയ്തതാണ് നല്ലൊരു പങ്കും. 3.5 ലക്ഷം പുതിയ സംരംഭങ്ങളാണ്. ഇതിൽ ചെറിയ സംരംഭങ്ങൾ ഞങ്ങൾ 10,000 എടുക്കുന്നുണ്ട്. മിഷൻ 10,000 10,000 സംരംഭങ്ങൾ 1 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം, ഈ ടേൺ ഓവർ നിങ്ങൾ 1000ലേക്ക് എത്തുമ്പോഴുള്ള അഭിമാനം വെച്ചുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. IKGS ഇവിടെ നടത്തിയപ്പോൾ കേരളത്തിൽ 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങളെ ഞങ്ങൾ പ്രത്യേകം വിളിക്കുകയുണ്ടായി. പിന്നെ 500 കോടിക്ക് 1000 കോടിക്കിടയിൽ, 100 കോടിക്ക് 500 കോടിക്കിടയിൽ, 100 കോടിക്ക് താഴെ നിങ്ങൾക്ക് ഇനി എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അടുത്ത തവണത്തിൽ 1000 കോടി ക്ലബിൽ കേരള വിഷനും കേരളത്തിൻ്റെ അഭിമാനമായി വന്നു. നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ്. സന്തോഷകരമായ വാർത്ത, കുറച്ച് ഒരു 2 ആഴ്ചയായെങ്കിലും നമ്മൾ സന്തോഷകരമായ കാര്യങ്ങൾ അധികം പുറത്തേക്ക് വരില്ലല്ലോ. FDIയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൻ്റെ ഗ്രോത്ത് 100% ഗ്രോത്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ. നമ്മൾ ആന്ധ്രയെയും പഞ്ചാബിനെയും മറികടന്ന് 9th പൊസിഷനിലേക്ക് എത്തി. നല്ല സ്ഥാനമാണ്, അഭിമാനിക്കാമെങ്കിലും വലിപ്പത്രയില്ല. നമ്മൾ 1% താഴെ എപ്പോഴും. 3 സ്റ്റേറ്റാണ് 90% കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നതിൽ കേരള വിഷൻ നല്ല സഹായം നൽകുന്നുണ്ട്. പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും. ഇവിടെ ശ്രീ മാധവനെ പോലെ ഏറെ അനുഭവ സമ്പത്ത് ഈ മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ ഇതിനു വേണ്ടി മാത്രം ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിപ്പം അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നന്നായി ഇനിയും മുന്നേറാൻ കഴിയട്ടെ. MD പറഞ്ഞതുപോലെ അത്രയും സമയം എടുക്കാതെ തന്നെ അടുത്ത ഒരക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you very much, Honorable Minister.